ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പരിപ്പില്ലേ, തുവരപ്പരിപ്പ്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഞാനിവിടെ അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തങ്ങ ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കാം. പിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിത് കുക്കായി വരാൻ വേണ്ടിയിട്ട് 3 വിസിലാട്ടോ വേണ്ടത്. നിങ്ങളെടുക്കുന്ന പരിപ്പനുസരിച്ചും കുക്കർ അനുസരിച്ചൊക്കെ വിസിൽ മാറ്റം വരാം. നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് സാമ്പാർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു തക്കാളി വേണം. തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സവാള ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പിൽ ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇവിടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉലുവ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ലാസ്റ്റ് ഇതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഉലുവയും വറ്റൽമുളകൊക്കെ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലായിരുന്നു ഉള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ തക്കാളിയൊക്കെ ചെറുതായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ അത് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാമ്പാർ പൊടി അത്ര നല്ലതല്ല കേട്ടോ. കളറൊന്നും ഉണ്ടാവില്ല അത് ചേർത്താൽ. അതുകൊണ്ടാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കരുതേ. പിന്നെ ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങയൊക്കെ നല്ല രീതിക്ക് ഉടച്ചെടുക്കാം കേട്ടോ. ഞാനിത് അധികം ഉടച്ചെടുക്കുന്നില്ല. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിത് കുറച്ച് തിക്കായിട്ട് വേണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ടിഫിൻ സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവുക. നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന സാമ്പാറില്ലേ, അതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണേ. ഞാനിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തീരെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് ഇഡ്ഡലിക്കൊക്കെ കിട്ടുന്ന സാമ്പാറിന് ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കണേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ ലാസ്റ്റ് മല്ലിയില ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ആട്ടോ. പിന്നെ ലാസ്റ്റ് നല്ല രീതിക്ക് തിളക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കൂടി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ ഇവിടെ തിളച്ച് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ടിഫിൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ആണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് ഇഡ്ഡലിൻ്റെ കൂടെ അടിപൊളിയാട്ടോ, ഒരു രക്ഷയുമില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.